നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടോപ്പിൽ എങ്ങനെയാണ് നെക്ക് ഡിസൈൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ബോട്ട് നെക്കാണ്. അപ്പോൾ ആ നെക്കിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിഫിലാണത് കട്ട് ചെയ്യാൻ പോകുന്നത്. നെക്ക് സ്പേസ് 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കിതൊരു ബോക്സ് പോലെ ആക്കാം. ആദ്യം നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം. ആദ്യം നമുക്ക് അരയിഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു അരയിഞ്ച് വീതം വെച്ച് വീണ്ടും മാർക്ക് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. രണ്ട് ലെയറായിട്ടാണ് നമ്മളിത് നെക്ക് വരുന്നത്. ആദ്യം ഒരു ചെറിയ ബോഡി ഒന്ന് ഇതിൽ വരയ്ക്കാം. നെക്ക് സ്പേസ് 3 ഇഞ്ചാണ്. ഷോൾഡർ 3 ഇഞ്ചാണ്. ആ പോയിന്റിൽ നിന്ന് താഴോട്ട് നമുക്ക് 5 ഇഞ്ചാണ് ആം ഹോള്. ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 9 ഇഞ്ചാണ്. നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം. ഇത് ബോഡിയുടെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 9 ഇഞ്ചാണ് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 10 ഇഞ്ചാണ് എടുക്കേണ്ടത്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ നെക്കൊന്നും കട്ട് ചെയ്യേണ്ട, നമ്മൾ സ്റ്റിഫിലാണ് നെക്ക് ചെയ്യുന്നത്. നമുക്കിനി ഡിസൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ പോയിന്റിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത സ്റ്റിഫിൻ്റെ പീസാണ് ഞാൻ ഇപ്പോൾ അടിച്ച് മറിച്ച് ഫിനിഷാക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നെക്കിൽ വെച്ച് ഒരു പീസ് അടിച്ച് മറിച്ചെടുക്കണം. ഇത് ഫ്രണ്ട് നെക്കാണ്. നമുക്കിത് അടിച്ച് മറിച്ചെടുക്കാം. അടിച്ച് മറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചടിക്കാം. ഈ രണ്ട് നെക്ക് പീസുകളും നമ്മൾ ബീഡ്സ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അത് നമുക്കിനി എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ബീഡ്സ് ഇടാം. ഇത് 2 ബീഡ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ബീഡ്സ് ആകുമ്പോൾ നിങ്ങൾ ടൈറ്റ് ചെയ്ത് കറക്റ്റ് പിടിക്കുക. എന്നിട്ട് തിരിച്ച് ആ ഹോളിൽ തന്നെ, ആ ബീഡ്സിൽ കൂടെ തന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് കോർത്തെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇനി എവിടെയാണ് അടുത്ത് വേണ്ടത് അത്രയും സ്പേസ് വിട്ടിട്ട് നമുക്കിനി കോർത്തെടുക്കാവുന്നതാണ്. നെക്ക് ഡിസൈൻ കഴിഞ്ഞിരിക്കുന്ന ബീഡ്സിന് പകരം നിങ്ങൾക്ക് പേൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേൾ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ടച്ച് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 മുത്തുന്നുള്ളത് നിങ്ങൾക്ക് 2 3 ഉപയോഗിക്കാവുന്നതാണ്. ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിപ്പം ടച്ച് ഫിനിഷ് ആയിട്ടുണ്ട്.